all, today's our topic is file uploading in PHP. ഫയൽ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ ബയോഡാറ്റ ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങളെ ബയോഡാറ്റ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ അത് ബ്രൗസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ HTML ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്ത ഫോമിൽ നിന്നുള്ള ആ ഡാറ്റ നമ്മൾ ഒരു ടെമ്പററി ഡയറക്ടറിയിലേക്കാണ് അപ്ലോഡ് ചെയ്യുക. ദെൻ നമ്മളത് നമ്മളെ ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറ്റണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ php.ini എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അതിൽ പോയിട്ട് അതിൽ ഫയൽ അപ്ലോഡ് എന്നുള്ളത് ഓൺ ആക്കി വെക്കണം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ തന്നെ കാണിക്കാം. വാമ്പിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അതിലൊരു PHP എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം. അതിൽ php.ini എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫയൽ അപ്ലോഡ് ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫയൽ അപ്ലോഡ് ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫയൽ അപ്ലോഡ് ഓൺ ആണോ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ വാം സെർവറിൻ്റെ സിമ്പിൾ പോയി ക്ലിക്ക് ചെയ്യുക ടാസ്ക് ബാറിൽ. എന്നിട്ട് അതിൻ്റെ php.ini ഫയൽ എടുക്കുക. എന്നിട്ട് ഫയൽ അപ്ലോഡ് ഓൺ ആക്കി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ HTML ഫോം ഉണ്ടാക്കുക. HTML ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫയൽ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഫോം. ആ ഫോം നമ്മൾ രണ്ടാമതായിട്ട് ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ഫോം നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നമ്മളെ ഫോം. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കണം. ചൂസ് എ ഫയൽ ടു അപ്ലോഡ് എന്ന് പറയുമ്പോൾ എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റണം. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിക്കാം. www.localhost എന്ന് അടിക്കുമ്പോൾ നമുക്ക് വാം സെർവർ വർക്കിംഗ് ആണോ എന്ന് കാണാം. വർക്കിംഗ് ആണെങ്കിൽ ഇതേപോലെ ഔട്ട്പുട്ട് വരും. ദെൻ ഞാൻ എൻ്റെ ഫയലിൻ്റെ പേര് FFF.php എന്നാണ് അത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ വന്നു. ഇതാണ് എൻ്റെ ഫോം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ വേണ്ടത്. ചൂസ് എ ഫയൽ ടു അപ്ലോഡ് എന്ന് പറഞ്ഞ ലാബലിൻ്റെ അടുത്ത് ഉള്ളത് ചൂസ് ഫയൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ പോലെയുള്ള സംഭവമാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ബ്രൗസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അൺടൈറ്റിൽഡ് PNG എന്ന് പറഞ്ഞൊരു ഫയലിനെ ഓപ്പൺ ചെയ്തു, അപ്ലോഡ് ചെയ്തു. അപ്പോൾ അവിടെ അപ്ലോഡിങ് നടക്കുന്നില്ല. കാരണം അപ്ലോഡിങ്ങിനുള്ള കോഡ് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നോ ഫയൽ നിന്നായിപ്പോയത്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് നമുക്കതിനൊരു ലൊക്കേഷനിലേക്ക് മാറ്റാനുള്ള കോഡ് നമുക്ക് PHP വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്താണെന്ന് നമ്മളാണ് ഈ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളിതുവരെ ടെക്സ്റ്റ് റേഡിയോ ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഫയൽ അപ്ലോഡ് ഓൺ ആക്കി വെച്ചു. php.ini ഫയലിൽ പോയിട്ട് രണ്ടാമത് നമ്മളൊരു HTML ഫോം ഉണ്ടാക്കണം. മൂന്നാമത് നമ്മൾ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി ഡയറക്ടറിയിൽ ഉണ്ടാവുക. നമ്മൾ അപ്ലോഡ് ചെയ്ത പാട് അതിന് നമുക്കൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഉദ്ദേശിച്ച ഫോൾഡറിലേക്ക് മാറ്റണം. അതിനുള്ള യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് move_upload_file. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ ഫയലിനെ മാറ്റണം. ടെമ്പററിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള HTML ഫോം ഉണ്ടാക്കാനുള്ള കോഡാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഫോം എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്: ആക്ഷൻ, മെത്തേഡ്, ENC ടൈപ്പ്. ഓൾറെഡി പഠിച്ചതാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ചെയ്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡബിൾ കോട്ട്സ് ഇട്ട് വെച്ചു, empty ഡബിൾ കോട്ട്സ് ഇട്ട് വെച്ചു. ഇനി മെത്തേഡ് പോസ്റ്റ്, ഏത് മെത്തേഡിലാണ് ഈ ഫയലിനെ അപ്ലോഡ് ചെയ്യുന്നത്? അപ്പോൾ പോസ്റ്റ് മെത്തേഡ്, കാരണം വലിയ ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഉപയോഗിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ എൻകോഡ് ചെയ്യണം. ഇത് നിർബന്ധമായിട്ടുള്ള ലൈനാണ്. ENC ടൈപ്പ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്ന് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം അത് എൻകോഡ് ചെയ്തിട്ട് വേണം ഫയൽ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ നമ്മളൊരു ലാബിൽ എഴുതി ചൂസ് എ ഫയൽ ടു അപ്ലോഡ്. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ എന്ന് കൊടുക്കുക. അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ടെക്സ്റ്റ് ബോക്സ് അല്ല വരേണ്ടത്, ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന, ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ പോലൊരു സംഭവം വരണമെങ്കിൽ ഞാൻ അവിടെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ എന്ന് കൊടുക്കണം. അതാണ് പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നൊരു സംഭവം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ എന്ന് കൊടുത്താലേ നമുക്കവിടെ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. പിന്നെ ആ ഫയലിന് ഞാനൊരു പേര് കൊടുത്തു, file 1. ഓക്കെ, ഞാൻ ബട്ടൺ ഉണ്ടാക്കി, അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാക്കി. ഓക്കെ, നേരത്തെ നിങ്ങൾ കണ്ടു അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ. ഈ കോഡ് ചെയ്യുമ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണിത്. ഓക്കെ, ചൂസ് ഫയൽ എന്നുള്ള ബ്രൗസ് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടൺ അവിടെ വന്നത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ എന്ന് കൊടുത്തത് കൊണ്ടാണ്. അല്ലാതെ ബട്ടൺ അല്ലാതെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ എന്ന് കൊടുത്താൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ. എന്നിട്ട് എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ എവിടെയാണോ ഒരു ഫയൽ ഉള്ളത് ആ ഫയലിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യേണ്ടത്. ആ കോഡ് ഞാൻ എഴുതിയിട്ടില്ല. അത് ഞാൻ ഓൾറെഡി ഇതായി ഫോമിൻ്റെ കോഡ് തന്നെയാണ്. ഇതിൽ ഞാൻ PHP കോഡ് എഴുതിയാൽ മാത്രമേ അത് ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ആവുള്ളൂ. അപ്പോൾ ഈ ബോഡിക്കകത്ത് ഞാൻ PHP കോഡ് എഴുതണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കുക, ഇഫ് ഈ സെറ്റ് $_files file 1. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ
സെറ്റ് ആയിട്ടുണ്ടോ, ഏത് വേരിയബിൾ $_files എന്ന വേരിയബിൾ സെറ്റ് ആയിട്ടുണ്ടോ. $_files എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്ലോബൽ വേരിയബിളാണ് PHP ബിൽറ്റിൻ ആയിട്ടുണ്ടാവുന്നത്. നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റത്തെ ഈ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാനുള്ള ലൈനാണ് print_r. ഓക്കെ, അത് കഴിഞ്ഞാൽ move_upload_file എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക. അതായത് ഓൾറെഡി അതുള്ളത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ലൈനാണ്. സോഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. $_filesൽ file1 temp name എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഫസ്റ്റത്തെ നെയിം. സോഴ്സിൻ്റെ പേര് ഇത്രയാണുള്ളത്. അത് നമ്മൾ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്, നമ്മളത് യൂസ് ചെയ്യാന്നുള്ളതോ. നമ്മൾ കൊടുത്ത ഫയലിന് നെയിം file1 എന്ന് കൊടുത്തതുകൊണ്ടാണ് അവിടെ file1 ഉപയോഗിച്ചത്. ദെൻ temp_name TMP_name എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടെമ്പററി ഡയറക്ടറിൻ്റെ പേര് അതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ $_file എന്ന് പറയുന്നത് ഒരു 2 dimensional അസോസിയേറ്റീവ് അറേയാണ്. അപ്പോൾ നമുക്കതിൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്കാണ്, അത് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ന്യൂ നിങ്ങൾക്ക് കാണാം, new/$_files file1 നെയിം, അതാണ് പുതിയ ഫോൾഡർ. ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് നമ്മൾ ഫയലിനെ മാറ്റുന്നത്. ഈ file1 name എന്ന് എഴുതിയത് ഇതിൻ്റെ ഒറിജിനൽ നെയിമാണ്, അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പേരാണ്. ഓക്കെ, അപ്ലോഡ് ചെയ്ത ഫയൽ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഫോൾഡറിലേക്കാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം മൂവ് ചെയ്യേണ്ടത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണെന്നുള്ളതെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഫോം ആക്ഷനിൽ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ PHP ഫയൽ ഇപ്പോൾ കിടക്കുന്നത് നമ്മളെ ഫയലിൽ തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ ഫയൽ തന്നെയാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഫയലിലാണ് PHP കോഡ് എഴുതുന്നതെങ്കിൽ ആക്ഷൻ എന്നുള്ളതിൽ ആ ഫയലിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഞാൻ PHPയും ഫോമും ഒക്കെ ഒരു ഫയലിലായതുകൊണ്ട് എന്ത് ചെയ്തു, ആക്ഷനിൽ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് PHP ഫയൽ എന്ത് ചെയ്യാം, വേറൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് ഇവിടെ ആക്ഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് ഓർത്ത് വെക്കുക. മൂവ് ചെയ്യാനുള്ള move_upload_file source, destination. അപ്പോൾ ആ സോഴ്സിൻ്റെ പേരൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കുക. temp_name എന്നാണ് അതിൻ്റെ ടെമ്പററി ഡയറക്ടറിൻ്റെ പേര്. ആക്ച്വൽ നെയിം എന്നാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചിട്ട്, ഞാൻ ഓൾറെഡി ഈ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഫയൽ ഹാൻഡിൽ എന്നാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. അതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. www.localhost-filehandle.php എന്ന് ക്ലിക്ക് ചെയ്തു, പ്രോഗ്രാം റൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫയൽ ചൂസ് ചെയ്തു. അതുപോലെ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ചൂസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, അപ്ലോഡായി. ഞാൻ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. നമുക്കൊരു അറേ ഉണ്ടായിട്ടുണ്ട്, $_file എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേറ്റീവ് അറേ. അതിൻ്റെ പേര് അൺടൈറ്റിൽഡ് PNG എന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ. പിന്നെ അത് ഏത് ടൈപ്പാന്ന് വന്നിട്ടുണ്ട്, PNG ടൈപ്പോ ഇമേജ് ടൈപ്പാണ്. പിന്നെ എറർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എറർ 0 എന്ന് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈസ്, അതായത് നമ്മൾ കൊടുത്ത ഇമേജിൻ്റെ സൈസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസാണ് print_r എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണത്. print_r എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തതിനാണ് ആ $_file എന്ന് പറഞ്ഞ അസോസിയേറ്റീവ് അറേൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്കത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡർ വാമ്പിൽ www ന്യൂ എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ വന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡർ ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിൽ അൺടൈറ്റിൽഡ് PNG വന്നു കഴിഞ്ഞു, അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ടെമ്പററി ഡയറക്ടറിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് അതിനെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാമ്പിൽ www വേണം, വാമ്പ് 64 www ആണ് അത് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെയാണ് ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അടുത്ത ടോപ്പിക്കാണ് പേജ് റീഡയറക്ഷൻ ഇൻ PHP-യിൽ നമുക്ക് പേജ് റീഡയറക്റ്റ് ചെയ്യാം. റീഡയറക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ എക്സാമ്പിൾ TKerala വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ TKerala വെബ്സൈറ്റ് ഇപ്പോൾ തൽക്കാലം tkerala.org എന്നുള്ളത് മാറി വേറൊരു വെബ്സൈറ്റിലാണ് കിടക്കുന്നത്, നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആവശ്യമാണ് ആ സൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന TKerala എന്നുള്ള സൈറ്റിൻ്റെ പേര് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ PHP കോഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഹെഡർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ലൊക്കേഷൻ ന്യൂ URL കൊടുത്താൽ മതി. ലൊക്കേഷൻ കോളം കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണോ
ടി കേരള സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പേജ് പിന്നെ കിട്ടേണ്ടത്, ആ പേജ് എവിടെ നിന്നാണോ കിട്ടേണ്ടത് അതിൻ്റെ പേര് നമ്മൾ ഇവിടെ കൊടുക്കും. ഇപ്പോൾ www.abc.com ടി കേരളൻ്റെ സൈറ്റ് ഉള്ളതെങ്കിൽ നമ്മളെ പേജിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിങ്ങനെ കൊടുക്കണം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ പേജ് ടെമ്പറലി ഡൗൺ ആണ്, ഇപ്പോൾ ടി കേരള എന്ന സൈറ്റ് ഇല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഹെഡർ എന്ന് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നോട്ട് ഫൗണ്ട് എന്നൊരു മെസ്സേജ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈറ്റ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും എന്ത് നോട്ട് ഫൗണ്ട്. HTTP എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോളിൻ്റെ പേരാണ്, 301 എന്ന് പറഞ്ഞാൽ എററിൻ്റെ നമ്പറാണ് നോട്ട് ഫൗണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ ഈ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എററാണെങ്കിൽ ആ സൈറ്റ് ഇല്ല എങ്കിൽ അത് അറിയാൻ പറ്റും. ഇനി ആ സൈറ്റിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഹെഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പേജിനെ റീഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.